നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടുക്കുവാൻ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ കൈകൾ പിടിക്കുവാൻ ആളുകൾ മടിക്കും. എടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മളുടെ കൈകൾ പുണരുവാൻ അവർ മത്സരിക്കും. സഹായമുണ്ടെങ്കിൽ മുഖം തിരിച്ചവർ മുഖത്തു നോക്കും. പുച്ഛിച്ചവർ വാഴ്ത്തിപ്പറയും, ആട്ടി ഓടിച്ചവർ ചേർത്ത് നിർത്തും. വില തരാത്ത ഇടങ്ങൾ നമുക്ക് വിലയിട്ടും തുടങ്ങും. എല്ലാവർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരാകുന്നത് അവർക്ക് വേണ്ട സമയം മാത്രമാണ്. ഞാനിവിടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കാരണം പല പ്രതിബന്ധങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ പ്രേക്ഷകരായ നിങ്ങളുടെ പിൻബലം എനിക്കുണ്ടെങ്കിൽ ആരും അറിയാത്തതും പ്രതീക്ഷിക്കാത്തതുമായ സംഭവ വികാസങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ഈ സംഭവങ്ങൾ അല്പം ദീർഘമേറിയത് ആയതിനാൽ 2 ഭാഗങ്ങളായിട്ടാണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് അതിലേക്കങ്ങ് കടന്നാലോ? പണം മുടക്കിയ നിർമ്മാതാക്കൾ കുത്തുവാളയെടുത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നത് കണ്ട് അവരുടെ അസോസിയേഷൻ നിർമ്മാതാക്കളുടെ നിലനിൽപ്പിനായി മുറവിളി കൂട്ടുമ്പോൾ അവരെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യരുതെന്ന് ഒരപേക്ഷയുണ്ട്. എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ ചില അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം. ഞാനിവിടെ പറയാൻ പോകുന്ന സംഭവങ്ങൾ മറച്ചു വെക്കേണ്ടതോ ഒളിച്ചു വെക്കേണ്ടതോ ആയ കാര്യങ്ങളേ അല്ല. ഇത് മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും ഓർക്കേണ്ട ഒരേടാണെന്നാണ് എന്റെ വിശ്വാസം. കാലം എത്ര കഴിഞ്ഞാലും സത്യം പുറത്തു വരേണ്ടതും എല്ലാവരും അറിയേണ്ടതുമാണ്. ആരെയും വ്യക്തിഹത്യ നടത്താനല്ല ഞാനിതിവിടെ പറയുന്നത്. എന്നാൽ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ വ്യക്തികളുടെ പേരുകളും പരാമർശിക്കപ്പെടേണ്ടതായിട്ട് വരും. കഴിഞ്ഞു പോയതിനെ കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലും പാഠങ്ങൾ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇത് വെളിപ്പെടുത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു നിർമ്മാണ കമ്പനിയായിരുന്നു സാജ് പ്രൊഡക്ഷൻസ്. ഏറ്റവും ശക്തമായ സാമ്പത്തിക പിൻബലമുണ്ടായിരുന്ന കമ്പനി. ഓറിയന്റൽ ഫൈനാൻസിയേഴ്സ് എന്ന പേരിൽ പടർന്ന് പന്തലിച്ച കമ്പനിയുടെ ഉടമ സാജൻ വർഗീസിൻ്റെതായിരുന്നു സാജ് പ്രൊഡക്ഷൻസ്. IV ശശി സംവിധാനം ചെയ്ത ആവനാഴി, ജോഷി സംവിധാനം ചെയ്ത മുഹൂർത്തം 11:30, ഒന്നിങ്ങ് വന്നെങ്കിൽ, ഫാസിൽ സംവിധാനം ചെയ്ത എന്തെന്നും കണ്ണേട്ടൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ സാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലെടുത്ത് അവർ തന്നെ റിലീസും ചെയ്തിട്ടുണ്ട്. അന്ന് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് പോലും സാജനോട് വലിയ ഭയഭക്തി ബഹുമാനവുമായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കോഴിക്കോട് ആവനാഴി എന്ന ചിത്രത്തിന്റെ 100ാം ദിവസം ആഘോഷിക്കുന്ന വേളയിൽ അതിൽ അഭിനയിച്ച എല്ലാ താരങ്ങളോടൊപ്പം അതിലെ നായകനായ മമ്മൂട്ടിയും എത്തുന്നുണ്ടെന്നുള്ള ഫുൾ പേജ് പത്രപരസ്യവും വന്നിരുന്നു. ജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ ഓഡിറ്റോറിയം. മമ്മൂട്ടി ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. മമ്മൂട്ടി നേരത്തെ പുറപ്പെട്ടിരുന്നു എന്നുള്ള വിവരം കിട്ടി. പക്ഷേ കാണികളെ നിരാശപ്പെടുത്തി മമ്മൂട്ടി മാത്രം എത്തിയില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമായിരുന്നല്ലോ. അതുകൊണ്ട് എവിടെ എത്തി എന്നറിയാനും വഴിയില്ല. ആളൊഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞ് ഓഡിറ്റോറിയം കാലിയായി. അപ്പോഴതാ സാക്ഷാൽ മമ്മൂട്ടി ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്നു. സാജന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. മമ്മൂട്ടി താമസിച്ചു വരുവാനുണ്ടായ തന്റെ യാത്രാ ബുദ്ധിമുട്ടുകൾ വളരെ ദയനീയമായി അവതരിപ്പിക്കുന്നു. അതൊന്നും ഉൾക്കൊള്ളാതെ കലിയടങ്ങാത്ത സാജൻ മമ്മൂട്ടിയോട് കൽപ്പിക്കുന്നു, ഈ വേദിയിൽ നിങ്ങൾ കയറി പ്രസംഗിക്കണം. അന്നത്തെ കാലത്ത് സാജനെ പിണക്കുന്നത് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി അപ്രകാരം സാജൻ പറഞ്ഞതനുസരിച്ച് ആളൊഴിഞ്ഞ അരങ്ങൊഴിഞ്ഞ ആ വേദിയിൽ ആരുമില്ലാതെ ഏകനായി നിന്ന് മമ്മൂട്ടി പ്രസംഗിച്ചു. ഇത് അക്കാലത്തെ നാനാ ഫിലിം വാരികയിൽ ഫോട്ടോ സഹിതം വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആളൊഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ മമ്മൂട്ടിയുടെ പ്രസംഗം എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. അങ്ങനെ താരങ്ങൾ നിർമ്മാതാക്കളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിർമ്മാതാക്കളും പിച്ചച്ചട്ടിയെടുക്കുന്ന സംഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജൗളിക്കടയായിരുന്നു സ്വയംവര ടെക്സ്റ്റൈൽസ്. എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് സോങ്ങിലെ ഓഡിറ്റോറിയം സ്പോൺസർ ചെയ്തിരുന്നത് അവരായിരുന്നു. സ്വയംവര എന്നുള്ള ബാനർ ആ സോങ്ങിന്റെ പിന്നിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഈ വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണല്ലോ. സ്വയംവര ടെക്സ്റ്റൈൽസിന്റെ ഉടമ കണ്ണൻ എന്ന ഒരു റെഡ്ഡിയാരായിരുന്നു. വളരെ മാന്യമായ വ്യക്തിത്വത്തിന്റെ ഉടമ. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉദിച്ചു, ഒരു സിനിമ നിർമ്മിക്കണമെന്ന്. സമ്പന്നനായ അദ്ദേഹത്തിന് പണം ഒരു വിഷയമേ ആയിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പുന്നാരം ചൊല്ലി ചൊല്ലി. ലിസി
റഹ്മാൻ, ശങ്കർ തുടങ്ങിയവരായിരുന്നു അതിലെ താരങ്ങൾ. ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അമ്പലപ്പുഴയിൽ ആരംഭിച്ചു. അതിലെ ഒരു ഗാനരംഗം ചിത്രീകരിക്കാനായി, അതായത് 7.5 പൊന്നാന എന്ന് വരുന്ന വരികളുടെ ഭാഗത്ത് കാണിക്കുവാനായി 7 വലിയ ആനകളെയും ഒരു കുട്ടിയാനയും കൊണ്ടുവരുവാൻ സംവിധായകൻ നിർദ്ദേശം കൊടുത്തു. കേരളത്തിലെ തൃശൂർ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ നിന്നും ആനകൾ അമ്പലപ്പുഴയിലേക്ക് നടത്തം തുടങ്ങി. അന്ന് ആനകളെ ലോറിയിൽ കയറ്റി കൊണ്ടുവരുന്ന സമ്പ്രദായം നിലവിലില്ലായിരുന്നു. അങ്ങനെ ആനകൾ ദിവസങ്ങളോളം നടന്നാണ് അവിടെ എത്തിയത്. പ്രിയന് ഇത്തരം രംഗം ചിത്രീകരിക്കുവാനായി ഒരു പ്രചോദനം കൂടിയുണ്ട്. സംവിധായകൻ ഫാസിൽ ഒരിക്കൽ പ്രിയദർശനോട് പറഞ്ഞു, മാമാട്ടുകുട്ടിയമ്മ എന്ന ചിത്രത്തിലെ ഒരു പാട്ടിൽ 7.5 പൊന്നാനമേലെ എഴുന്നള്ളിവ എന്നൊരു വരിയുണ്ട്. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന പാട്ടിൽ വരുന്ന വരികളാണത്. അതിന്റെ ചിത്രീകരണത്തിനായി 7 വലിയ ആനകളെയും ഒരു കുട്ടിയാനയെയും പാച്ചിക്ക ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ നിർമ്മാതാവ് അവിടെ ലോക്കലായി ലഭിച്ച ഒരു ആനയെ വെച്ച് ആ ഭാഗം ചിത്രീകരിക്കാൻ നിർദ്ദേശിച്ചു. പാച്ചിക്ക അതനുസരിക്കുകയും ചെയ്തു. ഈ വിവരം പ്രിയനുമായി പാച്ചിക്ക അന്നേ പങ്കുവച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആനകളെ കൊണ്ട് അമ്പലപ്പറമ്പുകളും മറ്റു പറമ്പുകളും നിറഞ്ഞു കഴിഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ടു, ആഴ്ചകൾ പിന്നിട്ടു. സംവിധായകൻ ആനയുടെ സീനുകൾ എടുത്തില്ല. മറ്റ് സീനുകളായിരുന്നു അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും നിർമ്മാതാവ് ഒരു പരുവത്തിലായി. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇതിലൊരു ആനയ്ക്ക് മദമിളകി. ഒരു പ്രദേശം മുഴുവൻ ആ ആന തകർത്ത് തരിപ്പണമാക്കി. അതിന് ഭീമമായ ഒരു തുക നഷ്ടപരിഹാരമായി നിർമ്മാതാവ് കൊടുക്കേണ്ടി വന്നു. മറ്റൊരു സിനിമ എടുക്കാനുള്ള തുകയ്ക്ക് തുല്യമായിരുന്നു അത്. പിന്നീട് പടം സാമ്പത്തികമായി പരാജയപ്പെടുക കൂടി ചെയ്തപ്പോൾ നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന തന്റെ സ്വയംവര ടെക്സ്റ്റൈൽസിന് എന്നേക്കുമായി താഴെ വീണു. പിന്നീട് ഞാൻ അതിന്റെ നിർമ്മാതാവിനെ കാണുന്നത് മദ്രാസിൽ വെച്ചാണ്. അദ്ദേഹവുമായി പരിചയമുണ്ടായിരുന്ന പല സിനിമാക്കാരോടും നിത്യജീവിതത്തിനായി ചെറിയ സഹായങ്ങൾ ചോദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ സമ്പത്തും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് വർഷങ്ങളോളം ഒത്തിരി വേദനകൾ അനുഭവിച്ചതിന് ശേഷം എങ്ങനെയോ സൗദിയിലെത്തി. പിന്നീട് അദ്ദേഹം ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്തു. നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളൊന്നും പലപ്പോഴും പുറം ലോകം അറിയത്തില്ല. അവരെ കൊണ്ട് പണവും പ്രശസ്തിയും നേടിയവർ അവരെ തിരിഞ്ഞു നോക്കാറുമില്ല. ഇനി നമുക്ക് സാജ് പ്രൊഡക്ഷൻസിലേക്ക് തന്നെ തിരികെ പോകാം. ഞാൻ സംവിധാനം ചെയ്ത വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന സിനിമ വിതരണം ചെയ്തത് സാജ് പിക്ചേഴ്സ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ സാജന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ പ്രിയദർശനും ഉണ്ടായിരുന്നു. കടത്തനാടൻ അമ്പാടി എന്ന സിനിമ തുടങ്ങുവാനായുള്ള തിടുക്കത്തിൽപ്പെട്ട ചർച്ചകളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. വമ്പൻ താരനിരയുള്ള ഒരു വടക്കൻ പാട്ടായിരുന്നു ആ ചിത്രം. പ്രേം നസീറും മോഹൻലാലും ഒക്കെയുള്ള വലിയൊരു താരനിര. കൊച്ചിൻ അനീഫയും ശാരംഗപാണിയും ചേർന്ന് അതിന്റെ തിരക്കഥകളൊക്കെ തീർത്തിരുന്നു. എന്നാൽ ബാക്കിയുള്ള ചില താരങ്ങളെ കൂടെ തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു പ്രിയൻ അവിടെ എത്തിയിരുന്നത്. അങ്ങനെ ചർച്ചകൾക്ക് ശേഷം ഞാനും പ്രിയദർശനും സാജന്റെ ഓഫീസിൽ നിന്ന് ഒരുമിച്ചാണ് ഇറങ്ങിയത്. പ്രിയദർശനെ അതീവ സന്തോഷവാനായി കാണപ്പെട്ടു. ഒരു വലിയ ബാനറിൽ ഒരു വമ്പൻ ചിത്രം സംവിധാനം ചെയ്യുന്നതിന്റെ സന്തോഷമായിരുന്നു അത്. ഞങ്ങൾ ഇറങ്ങി ഗേറ്റിനടുക്കൽ എത്തിയപ്പോൾ പിന്നാലെ സാജനും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സാജൻ പ്രിയനെ തന്റെ അരികിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ ബെൻസ് കാറിന്റെ അരികിൽ നിന്ന് പ്രിയനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചകലെ എതിർദിശയിൽ ഞാൻ പ്രിയനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിയനോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് സാജൻ വണ്ടിയിൽ കയറി യാത്രയായി. പ്രിയൻ നേരെ എന്റെ അരികിലേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ പ്രിയന്റെ കണ്ണിൽ നിന്നും കുടുകുട കണ്ണുനീർ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീർ തുടയ്ക്കുന്നുമുണ്ട്. പ്രിയന് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. അത് കണ്ട് എനിക്കും വിഷമമുണ്ടായി. ഞാൻ സങ്കടത്തോടെ ചോദിച്ചു, എന്ത് പറ്റി പ്രിയ, എന്ത് പറ്റി? അപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു വിതുമ്പലോടെ പ്രിയൻ എന്നോട് അക്കാര്യം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.